ഡിവൈഎഫ്ഐക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പ്രസ്താവന പിൻവലിക്കണം. നമ്മുടെ ഇതുപോലൊരു സമൂഹത്തിൽ ഒട്ടും ചേർന്ന ഒരു പ്രസ്താവനയല്ല. അത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണ്, അത് അങ്ങേറ്റം ദളിത് വിരുദ്ധമാണ്. ഒരു ഫ്യൂഡൽ മൂല്യബോധത്തെ പിൻപറ്റിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊന്നും ആധുനിക സമൂഹത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ തന്നെ 40 കോടിയുടെ തട്ടിപ്പ് നടത്തുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ആ ബാങ്കിന്റെ പ്രസിഡന്റ് നേരത്തെ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം മനോരമയിലുള്ള ലേഖകൻ ഈ പണം നിക്ഷേപിച്ച ആളാണ്. ഏതാണ്ട് 1.5 കോടിയിലേറെ രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. അതായത് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ വാർത്തയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായിട്ടുള്ളത്. അവരൊരു 1.25 കോടി രൂപ നിക്ഷേപിച്ചിട്ട് ആ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ നിക്ഷേപം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് പ്രയാസം കൊണ്ടാണ് മരിച്ചത്. അവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത്തരം ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചുള്ളത്. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന എല്ലാ സംഘങ്ങളെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നിഷ്പക്ഷമല്ലാത്ത മനോഭാവമുണ്ട്. മലയാള മനോരമയുടെ ലേഖകൻ തന്നെ മരണമടഞ്ഞിട്ടും അങ്ങനെ കാര്യമായ ഒരു ചർച്ചയൊന്നും ഉയർന്നു വരുന്നതായി കാണുന്നില്ല. അപ്പം ചില ബാങ്കുകളാണെങ്കിൽ ആവേശത്തോടുകൂടി വൈകുന്നേരങ്ങളിൽ അന്തിച്ചർച്ചയാവാം. എന്നാൽ ചില ബാങ്കുകളിൽ കോൺഗ്രസുകാർ തട്ടിപ്പ് നടത്തിയാൽ അത് വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. ഇല്ല, അതെല്ലാം ഒരു കള്ളക്കേസാണ്. അത് അവിടെയുള്ള സജീവമായി അവിടെ പൊതുപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് ആ കേസിൽ പ്രതിയേർക്കപ്പെട്ടുള്ളത്. അവർ CPIന്റെ നേതാക്കന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കള്ളക്കേസിൽ കുടുക്കി അവരെ അതിനകത്ത് പ്രതിയേർത്ത് അവരെ ജയിലിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം അവിടുത്തെ പാർട്ടി ഇടപെടും. ശൈലജ ടീച്ചർ അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ടീച്ചറുടെ നാട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിലൊന്നും ഒരു അസ്വാഭാവികതയില്ല. വേറെ കാര്യം, TCS 12,000-ൽ കൂടുതൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട ഒരു പുതിയ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ ഈ തൊഴിൽ മേഖല ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പോൾ TCS ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നിയമന ഉത്തരവ് കിട്ടി മറ്റ് ചില കമ്പനികളിൽ നിന്ന് ജോലി രാജിവെച്ച് TCSലേക്ക് ജോലിയെടുക്കാൻ ദിവസങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ എണ്ണി നിൽക്കുന്നവരെയാണ് ജോലിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്. അത് യുവജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവരുടെ വെല്ലുവിളിയാണ്. അപ്പോൾ TCSനോടും ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ തൊഴിലാളികളുടെ ഈ യുവാക്കളുടെ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുകയും അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം DYFIക്ക് ഈ വിഷയത്തിൽ പ്രക്ഷോഭം ഏറ്റെടുക്കേണ്ടി വരും. ഇല്ല, യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിധി കൂടി നോക്കിയിട്ട് വേണം അടുത്ത സമര പരിപാടികൾ തീരുമാനിക്കാൻ. യൂണിവേഴ്സിറ്റി സമരത്തിനും DYFIയോ SFIയോ ഒരു കാരണവശാലും പിന്നോട്ടില്ല. അതിലിപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, VCയെ നിയമിക്കുന്ന സന്ദർഭത്തിൽ സർക്കാരിന്റെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതുണ്ട്, സർക്കാർ ലിസ്റ്റ് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചാൻസലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചാൻസലർ ഈ നിലയിൽ തന്നെയാണ് ഇടപെടുന്നതെങ്കിൽ ശക്തമായ സമരത്തിന് DYFI നേതൃത്വം കൊടുക്കും. ഈ മോഹനൻ കുന്നുമ്മൽ, ഈ കേരള VC, അതുപോലെ തന്നെ കാലിക്കറ്റ് VC, ഈ നമ്മുടെ മറ്റേ സാങ്കേതിക സർവകലാശാലയുടെ VC, ഇവരെല്ലാം, അതുമാത്രമല്ല ഇപ്പോൾ RSS വിളിച്ചു ചേർത്ത VCമാരുടെ യോഗത്തിൽ കേരളത്തിൽ നിന്നും 2-3 VCമാർ പോയി എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ RSSന്റെ പരിപാടിക്ക് പോവാൻ ഒരു മടിയില്ലാത്തവരായിട്ട് കേരളത്തിലെ വൈസ് ചാൻസലർമാർ അധപ്പതിക്കുകയാണ്. ഒരു വൈസ് ചാൻസലർ ഓഫീസിൽ വെച്ചാണ് RSSന്റെ ഫണ്ട് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അത് അങ്ങേയറ്റം
പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം RSSകാർക്ക് അനുകൂലമായ ഒരു സമീപനം കൂടിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തുമ്പോൾ ആ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ചില പ്രസ്താവനകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്നു. അത് RSSന് സഹായകരമായി മാറുന്നു എന്നുള്ളതും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ നിന്നും ഒരു പിന്നോക്കം പോക്കുമില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലയിൽ ഈ വിഷയങ്ങൾ ഉയർത്തും.